ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ ബോഡി ക്ലൻസിങ്ങിൻ്റെ 15ാമത്തെ ഡേ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് പ്രാക്ടീസിലേക്ക് കിടക്കാം. ഓം 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 ശാന്തി ശാന്തി ശാന്തി. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ മന്ത്രം ചാൻഡ് ചെയ്യാണ്, മന്ത്ര ചാൻഡിങ് ചെയ്യാണ്. ഞാൻ ഇവിടെ കൃഷ്ണൻ്റെ മന്ത്രമാണ് ചൊല്ലുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ മന്ത്രം ചൊല്ലാം, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ മന്ത്രം എൻ്റെ ഒപ്പം ചൊല്ലാം. നമുക്ക് മന്ത്രത്തിലേക്ക് കിടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം 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 നമോ ഭഗവതേ വാസുദേവായ. ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് പ്രാണായാമം ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ശ്വാസം സാധാ പോലെ ഇൻഹെയിൽ ചെയ്യുക, ഡീപ്പായിട്ട് എക്സെയിൽ ചെയ്യുക. ഇൻഹെയിൽ ഡീപ്ലി ആൻഡ് എക്സെയിൽ ഡീപ്ലി. ഇൻഹെയിൽ deeply and exhale deeply. എന്നിട്ട് അടുത്തതായിട്ട് നമുക്ക് കുറച്ച് നേരം ഇൻഹെയിൽ ചെയ്യാം, മൂക്കിലൂടെ ശ്വാസം വായിലൂടെ വിടുക. അപ്പോൾ നിങ്ങളുടെ ടെൻഷൻസൊക്കെ നിങ്ങളിൽ നിന്ന് കുറയുന്നതായിട്ട് കാണാം. ഇൻഹെയിൽ ചെയ്യുക മൂക്കിലൂടെ, എക്സെയിൽ ചെയ്യുക. നിങ്ങളുടെ ടെൻഷനും വറീസും ഒക്കെ ശരീരത്തിൽ നിന്ന് പോകുന്നതായിട്ട് കാണും. ഇൻഹെയിൽ മൂക്കിലൂടെ ചെയ്യുക, എക്സെയിൽ വായിലൂടെ ചെയ്യുക. ഇൻഹെയിൽ എക്സെയിൽ. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഉള്ളിൽ ബോഡിയിൽ പല ടെൻഷൻസും ഉണ്ടാവും, ഫിയർ അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ ഫിയറിനൊക്കെ നമ്മൾ സറണ്ടർ ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ആ പ്രാക്ടീസിലേക്ക് കിടക്കാം. നിങ്ങളുടെ ഇത് ക്യൂസ് ചെയ്യുക, എന്നിട്ട് ശ്വാസം വിട്ടിട്ട് കൈയിനെ ഫുള്ളായിട്ട് റിലീസ് ചെയ്യുക. ക്യൂസ് ആൻഡ് ബ്രീത്ത് ഡീപ്ലി. ക്യൂസ് ആൻഡ് ബ്രീത്ത്. ക്യൂസ് ചെയ്യുക, ഉള്ളിലത്തെ എല്ലാ ടെൻഷൻസും ഫ്രീ ആക്കുക. ക്യൂസ് ചെയ്യുക, ഉള്ളിലത്തെ എല്ലാ ടെൻഷൻസും ഫ്രീ ആക്കുക. ക്യൂസ് ചെയ്യുക, ഉള്ളിലത്തെ എല്ലാ ടെൻഷൻസും ഫ്രീ ആക്കുക. ഇനി നമുക്ക് കുറച്ച് വിഷ്വലൈസേഷൻസ് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും ഫിയർ ഉള്ള കാര്യത്തിന് നിങ്ങൾ അഭിമുഖീകരിക്കുന്നതായിട്ട് കാണുക. നിങ്ങൾക്ക് ഫിയർ ഉള്ളൊരു പ്രോജക്റ്റ് എടുക്കുന്നതാവാം. ഇത് മനസ്സുകൊണ്ട് നമ്മൾ ഒരുങ്ങാണ് ആ ഫിയറിനെ നേരിടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഫിയറുള്ള ഒരു അതായത് എന്തും ആവാം, മറ്റുള്ളവർ സംസാരിക്കാനുള്ള ഫിയർ, അതൊക്കെ നിങ്ങൾ ആ ഫിയർ കടന്നിട്ട് നിങ്ങളിപ്പോൾ സംസാരിക്കാനാണ് ഫിയറെങ്കിൽ നിങ്ങൾ നന്നായി സംസാരിക്കുന്നതായിട്ട് കാണും. വിഷ്വലൈസ് ചെയ്യുക, മെല്ലെ കണ്ണുറക്കുക. ഇനി നമുക്ക് കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യാം. ചിന്ത വന്നോട്ടെ, അത് കുഴപ്പമില്ല. അതിനെ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ ഒബ്സർവർ ആണെന്ന് മനസ്സിലാക്കുക. ബോഡിയിലത്തെ എല്ലാ ടെൻഷനും ഒബ്സർവ് ചെയ്യുക. മൈൻഡിലത്തെ എല്ലാ ഇതും ഒബ്സർവ് ചെയ്യുക. ജസ്റ്റ് ഒബ്സർവർ ആയിട്ടിരിക്കുക.
ശ്വാസം മൂക്കിലൂടെ വരുന്നതും മൂക്കിൽ ൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതും ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. ബോഡിയിലത്തെ പെയിനുകളൊക്കെ അകന്നു പോകുന്നതായിട്ട് ഒബ്സർവ് ചെയ്യുക. മെല്ലെ കണ്ണ് തുറക്കുക. നല്ല പാമ്പ് ചൂടാക്കി അത് നിങ്ങളുടെ കണ്ണിൽ വെച്ച് മെല്ലെ കണ്ണ് തുറക്കുക. നിങ്ങൾക്ക് കൂടുതൽ നേരം ഇവിടെ ഇരിക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം. സോ ഇന്നത്തെ പ്രാക്ടീസ് നിങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമായി എന്ന് കരുതുന്നു. നമ്മൾ ഏറ്റവും ഈ ബിഗിനിങ് സ്റ്റേജിൽ ഇങ്ങനത്തെ പ്രാക്ടീസസ് ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ഇൻറ്റൻസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. കാരണം നമ്മുടെ ഇൻറ്റൻസിറ്റി നമ്മൾ ഇപ്പോൾ ആസനാസൊന്നും ചെയ്തില്ല എന്ന് വെച്ചിട്ട് അതിൻ്റെ ഗുണമില്ല എന്നില്ല. ഇത് ബിഗിനിങ് സ്റ്റേജിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ വേഗം എന്താ പറയുക, എനർജി ഇല്ലാതെ വേഗം നിങ്ങൾക്ക് വേഗം പ്രാക്ടീസ് അവസാനിപ്പിക്കാൻ തോന്നും. കാരണം ഒരുപാട് ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഒരിക്കലും നമ്മുടെ കൂടെ നിൽക്കില്ല. സോ അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ബോഡീനെയൊക്കെ ഒരുക്കിയിട്ട് അങ്ങനത്തെ പ്രാക്ടീസസ് ചെയ്തിട്ട് യോഗ ചെയ്യുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി എഫക്റ്റീവാണ്.